ഹായ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ ഇന്ന് വൈകുന്നേരം 7:07 മിക്കവാറും 7 സെക്കൻഡും കാണും. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ശവക്കല്ലറയിലോട്ടുള്ള റാണി മലയാള സിനിമയിൽ നിന്നും പുറപ്പെടും. അത് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇതിനകത്ത് സംവിധായകരെന്ന് പറയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന മലയാളം കണ്ട ഏറ്റവും മികച്ച സംവിധായകൻ, നല്ല നടൻ എന്നുള്ള നിലയിൽ പ്രസിദ്ധനായ പൃഥ്വിരാജ് ആദ്യത്തെ ഡയറക്ഷനുമായി വന്നത് നമ്മൾ കണ്ടതാണ് ലൂസിഫർ. ഒരു നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച സിനിമയാണ്. എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ തന്നെ പിടിച്ചു കുലുക്കിയ കളക്ഷൻ കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം മറികടന്ന ഒരു സിനിമയാണ് ലൂസിഫർ. അപ്പം ലൂസിഫറിൽ നിന്നും എമ്പുരാനിലോട്ട് വരുമ്പം ഒരു അപ്ഗ്രഡേഷൻ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, അല്ലാതെ ഒരിക്കലും അത് ഡീഗ്രഡേഷനായി മാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം തന്നെ പൃഥ്വിരാജിന് കിട്ടിയ ഓരോ എക്സ്പീരിയൻസും ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉപയോഗപ്പെടും. കാരണം എന്ന് വെച്ചാൽ അതിനുശേഷമാണ് സലാർ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ സലാർ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് പ്രഭാസിനോടൊപ്പം ചെയ്തത്. അപ്പം അതിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പൃഥ്വിരാജിന് പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മലയാളത്തിൽ മാത്രമായിരിക്കില്ല, എല്ലാ ഭാഷകളിലും ഇതൊരു KGF മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാകാനുള്ള സാധ്യത വളരെ അധികമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ വൈകുന്നേരം 7 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ടീസർ വെളി വരും. 2 മിനിറ്റ് കൂടുതൽ ദൈർഘ്യമുള്ളൊരു ടീസറാണ്. ഇതിന് പ്രത്യേക പ്രീമിയറും ഫാൻ ഷോയും ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബുക്ക് ഷോ വഴി ടിക്കറ്റ് ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പക്ഷേ ഈ ഒരു ടീസർ ഇറങ്ങുമ്പോൾ തന്നെ ഈ ടീസർ പോലും നമുക്കൊരു സിനിമയോടുകൂടി ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ തരുന്ന ഒരു ടീസറായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ ഇതിനകത്ത് ഈ ടീസറിനകത്ത് നിന്ന് നമുക്ക് യാതൊന്നും മനസ്സിലാക്കി തരാത്തതുമാണ് ഈ ടീസർ എന്നാണ് കേൾക്കുന്നത്. നമുക്ക് പൃഥ്വിരാജിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ടീസറിനകത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാക്കി സാധിക്കും. പക്ഷേ സാധാരണ ഒരാളിൻ്റെ ചിന്താഗതിയിൽ നിന്ന് ഈ ടീസർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ സിനിമ കാണുമ്പോഴത്തേക്കും അയ്യോ ഇതാണല്ലേ ടീസറിൽ കാണിച്ചതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പൃഥ്വിരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഇലുമിനാറ്റി പരിപാടിയാണ്. അപ്പം നമുക്ക് വൈകുന്നേരം 7:07 നമുക്ക് എല്ലാവരും, ഇതിപ്പോൾ മലയാള സിനിമ മാത്രം കാത്തിരിക്കുന്ന ഒരു സിനിമയല്ല, ഇത് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് തന്നെ ടോപ്പ് 10 ഇടം പിടിച്ച ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മാർച്ച് 26 റിലീസിനെത്തുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സിനിമ ആവാനുള്ള സാധ്യതയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും മലയാള സിനിമ നമുക്ക് മഞ്ഞുമേൽ ബോയ്സ് ഇട്ട് വെച്ചിരിക്കുന്ന ആ റെക്കോർഡ് നമുക്ക് മറികടക്കുമെന്ന് നോക്കാം. മഞ്ഞുമേൽ ബോയ്സ് ഇട്ടിരിക്കുന്ന റെക്കോർഡ് മറികടക്കണമെങ്കിൽ അത് ഒരു വലിയൊരു കടമ്പ തന്നെയാണ്. കാരണം മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ഇരട്ടിയോളം മഞ്ഞുമേൽ ബോയ്സ് നേടിയെടുത്ത് കഴിഞ്ഞു. പക്ഷേ അതിനെ മറികടക്കാൻ സാധ്യതയുണ്ടോ എമ്പുരാൻ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ഇത് ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ കേരളത്തിൽ ഉറപ്പായിട്ടും നോക്കും. ഇപ്പം എന്തോ KGF 2 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. അപ്പം അതിനെ മറികടക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. കാരണം എനിക്ക് തോന്നുന്നു 11 കോടിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, 9-11 കോടി രൂപ എന്തോ KGF 2 കളക്ഷൻ. അപ്പോൾ അതിനെ മറികടക്കാനുള്ള സാധ്യത 100% നമുക്ക് കാണുന്നുണ്ട്. പിന്നെ മോഹൻലാൽ ഫാൻസിന് ഇത് അർമാദിക്കാനുള്ള ടീസറായിരിക്കും. മോഹൻലാൽ ഫാൻസിന് കിടുക്കനായിട്ടുള്ളൊരു 2025 ആദ്യത്തെ മോഹൻലാലിൻ്റെ റിലീസ് എമ്പുരാനാവാനുള്ള സാധ്യത കൂടുതലാണ്. തുടരും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. തുടരും വരാൻ അതിനൊരു ഗ്യാപ്പില്ല അതിനകത്ത് ഇറങ്ങാൻ വേണ്ടി. അല്ലെങ്കിൽ ഫെബ്രുവരി 7 വലിയ തുടരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു വന്നടിയാവും. മോഹൻലാലിന് മാർച്ച് 26 മാത്രമേ ആദ്യം റിലീസുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2025 അവസാനം ബെറോസ് എത്തിയെങ്കിലും ബെറോസ് പ്രേക്ഷകർക്കും മോഹൻലാൽ ഫാൻസിന് പോലും അത്ര തൃപ്തിയില്ലാത്തൊരു പടമായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയല്ല, OTT ഇറങ്ങിയപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ വന്ന് എൻ്റെ പൊന്നൊക്കെ ഗ്രാഫിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ കൂടെയൊക്കെ നടക്കുന്നത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ സത്യം പറയുന്നില്ല. പിന്നെ മോഹൻലാൽ ഫാൻസിന് പൊങ്കാലയിടും. അതുകൊണ്ട് അത് വേണ്ട. അപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും അങ്ങനെ ആവില്ല. കാരണം ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന് എങ്ങനെ മോഹൻലാലിനെ മലയാള സിനിമയിൽ യൂസ് ചെയ്യണമെന്നറിയാം. അപ്പം അത് അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ എമ്പുരാന് വീണ്ടും ഭാഗങ്ങളുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അത് ഈ എമ്പുരാൻ്റെ വിജയം പോലെ ഇരിക്കും 3-ാമത്തെ 4-ാമത്തെ ഭാഗമൊക്കെ. അപ്പം ഇത് എനിക്ക് ഈ മറ്റേ കൂടുതലായിട്ടും ഈ ഹിന്ദി ലാംഗ്വേജ് അങ്ങനെയൊക്കെ ബോംബെയിലും ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഈ സിനിമയുടെ കൂടുതൽ ലൊക്കേഷൻ നടന്നിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടേക്കുള്ള ലാംഗ്വേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലും മലയാളത്തിനേക്കാളും കൂടുതൽ വെളിയിലുള്ള ലാംഗ്വേജസ് സംസാരിക്കുന്ന സിനിമയാകാൻ സാധ്യത ഉണ്ടെങ്കിൽ
കുടുംബ പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. പക്ഷേ നമ്മൾ എമ്പുരാൻ ലൂസിഫർ പോലെ തന്നെ മലയാള കേരളത്തിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. വെളിയിലുള്ള ലൊക്കേഷനൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമയാണെങ്കിൽ ഉറപ്പായും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തൂക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഈ സിനിമയുടെ റെക്കോർഡ് മറികടക്കാൻ വേണ്ടി ഒരു 10-15 കൊല്ലം വേണ്ടി കടക്കേണ്ടി വരും. അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ വേറൊരു ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന എമ്പുരാൻ്റെ തന്നെ അല്ലെങ്കിൽ വേറൊരു സിനിമ ഇതിൻ്റെ പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വരും ഇതിൻ്റെ റെക്കോർഡ് മറികടക്കുവാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം 7 കാത്തിരിക്കാം. ഒരാണി വരുന്നുണ്ട് ഇന്ത്യൻ സിനിമയുടെ ശവക്കല്ലറയിൽ അടിക്കാൻ വേണ്ടി. പൃഥ്വിരാജിൻ്റെ വക മോഹൻലാലിനെ കൂട്ടുനിർത്തി എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 7 നമുക്ക് ടീസർ കാണും. ടീസർ കണ്ടിട്ട് എൻ്റെ റിയാക്ഷൻ ഇടുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ പറയാനുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ പറയേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ അവസാനമായിട്ട് കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ